നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് കേരളം അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം. വെടിനിർത്തൽ ലംഘിച്ച് ഇറാനെ ആക്രമിച്ച് US. ഹോർമുസ് ദ്വീപിൽ കപ്പലിനെ ആക്രമിച്ച ഇറാന്റെ നടപടിക്കെതിരായാണ് US-ന്റെ ആക്രമണം. സംസ്ഥാനത്ത് മലേറിയ പടരുന്നു എന്ന റിപ്പോർട്ട്. ഇതുവരെ 401 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാസം മാത്രം 91 പേർക്ക് ഇതുവരെ മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ പരിശോധനാ ഫലം നിർണ്ണയിക്കേണ്ട സർക്കാർ ലാബുകളിൽ ഒഴിഞ്ഞുകിടന്ന ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ഉടൻ നിയമനം നടത്താൻ മന്ത്രി മുരളീധരൻ DHSന് നിർദ്ദേശം നൽകി. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂളിൽ വാറ്റുചാരായം എത്തിച്ച കുട്ടി രണ്ടാനച്ഛന്റെ കാരിയറാകുകയായിരുന്നു എന്ന് കുട്ടി തന്നെ പോലീസിന് മൊഴി നൽകി. ഇവിടെ വാറ്റുചാരായ കേന്ദ്രങ്ങൾ നിരവധിയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസം 110 ലിറ്റർ ചാരായം ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. തൃശൂരിൽ വൻ ലഹരി വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. 322 ഗ്രാം ADMA പിടികൂടി. തമിഴ് സംവിധായകനും നടനും തിരക്കഥാകൃത്തുമൊക്കെയായിരുന്ന ജനപ്രിയ സിനിമാക്കാരൻ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായിരുന്നു. ഉർവശിയുടെ സിനിമാ പ്രവേശം മുന്താണെ മുടിച്ച് ഭാഗ്യരാജിന്റെ സിനിമയായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ ഒരാൾക്ക് ജാമ്യം കിട്ടിയതിലാകെ ഞെട്ടൽ. 9ാം പ്രതി ഹരീഷ് കുമാറിനാണ് ജാമ്യം ലഭിച്ചത്. CPM അനുകൂല പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ വാദം കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനെതിരെ ഗീനാകുമാരി വാദിച്ചതിലുള്ള ഞെട്ടലിലാണ് പോലീസും EDയും. തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ ചിറമുക്കിൽ 27കാരി ആരതി എന്ന യുവതി ആത്മഹത്യ ചെയ്തു. വർക്കല സ്വദേശിയായ ആരതിയെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത് ഭർത്തൃവീട്ടിലെ പീഡനമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഭർത്താവ് അതുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT ചോദ്യം ചെയ്തു. മോളിവുഡ് ടൈംസ് നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനെ പോലീസ് ചോദ്യം ചെയ്തു. സെൻസറിങ്ങിന് ശേഷം വെട്ടിമാറ്റിയ അശ്ലീല ഭാഗം ചേർത്ത് പ്രദർശിപ്പിച്ചുവെന്നാണ് കേസ്. സംസ്ഥാനത്ത് കീം പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. ജൂലൈ 8-ന് ആദ്യഘട്ട അലോട്ട്മെന്റ് ആരംഭിക്കും. എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് റോഷൻ രാജു, അങ്കമാലി അയ്യമ്പുഴ സ്വദേശി. 2ാം റാങ്ക് ധ്യാൻ തേജ്. 3ാം റാങ്ക് വിസ്മയ KR. ബിഫാം 1ാം റാങ്ക് വിനായക് നാരായൺ. 2ാം റാങ്ക് ജെസ്സെ ജസ്റ്റിൻ. 3ാം റാങ്ക് ദിയ ഫാത്തിമ. തിരുവനന്തപുരത്ത് മണ്ണന്തല മുക്കോല കൽപ്പടയ്ക്ക് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് 5 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മണ്ണന്തല പോലീസിനെ വിവരമറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് വിലങ്ങാട് വനത്തിൽ കുരുങ്ങിയ യുവാക്കളെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. അനധികൃതമായി നാട്ടുകാരുടെ അപേക്ഷ തിരസ്കരിച്ച് കാട്ടിലേക്ക് കയറിയ യുവാക്കൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. കുരിക്കിലാട് സ്വദേശികളാണ് യുവാക്കൾ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം.